എസ്തേർ. പേർഷ്യൻ സാമ്രാജ്യത്തിൽ വാസമുറപ്പിച്ച യഹൂദർ സമൂലം നശിപ്പിക്കപ്പെടുമെന്ന് ഭീഷണിയുണ്ടായി. ഒരു യുവതി വഴി വിസ്മയനീയമാവിധം യഹൂദർക്ക് വിമോചനം കൈവന്നു. അഹസ്വേരൂസ് ആയിരുന്നു പേർഷ്യൻ രാജാവ്. അദ്ദേഹത്തിന്റെ ഉന്നത സ്ഥാനപതിയായിരുന്നു ഹാമാൻ. യഹൂദനായ മൊർദെഖായി രാജാവിന്റെ അന്തഃപുര വിചാരിപ്പുകാരനായിരുന്നു. രാജാവ് രാജ്ഞി വാഷ്തിയിൽ അസംതൃപ്തനായി. അവൾക്ക് പകരം യഹൂദയായ എസ്തേറിനെ രാജ്ഞിയാക്കി. എസ്തേർ മൊർദെഖായിയുടെ പിതൃ സഹോദരന്റെ മകളും ദത്തുപുത്രിയുമായിരുന്നു. മൊർദെഖായി അസൂയാലുവായി തീർന്ന ഹാമാൻ അയാളെ മാത്രമല്ല യഹൂദരെ ഒന്നടങ്കം നശിപ്പിക്കാൻ തീരുമാനിച്ചു. രാജാവിൽ നിന്ന് കൽപ്പന വാങ്ങി അതിനായി ഒരു ദിവസം നിശ്ചയിച്ചു. എന്നാൽ മൊർദെഖായിയുടെ നിർദ്ദേശപ്രകാരം എസ്തേർ രാജസന്നിധിയിൽ പ്രവർത്തിച്ചു. മൊർദെഖായെ തൂക്കാൻ ഹാമാൻ നിർമ്മിച്ച കഴുമരത്തിൽ ഹാമാൻ തന്നെ തൂക്കപ്പെട്ടു. അയാളുടെ സ്ഥാനത്ത് മൊർദെഖായി നിയമിതനായി. ദൈവജനത്തെ വിമോചിപ്പിക്കാനായി ദൈവത്തെ കൂട്ടുപിടിച്ച ധീരവനിത എസ്തേർ. സ്വജനത്തെ അങ്ങ് എല്ലാറ്റിലും ഉയർത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു. എന്നും എവിടെയും അവരെ തുണയ്ക്കുവാൻ അങ്ങ് മടി കാണിച്ചില്ല. ജ്ഞാനം 19:22. ഞങ്ങൾ സവിനയം അവതരിപ്പിക്കുന്നു എസ്തേർ. രാജകീയ കിരീടം ഇത് ധരിച്ചങ്ങ് രാജാവിന് വിരുന്നിനെത്തണമെന്ന കാര്യം അഹസ്വേരോസ് രാജാവ് അറിയിക്കുന്നു. ക്ഷമിക്കണം, രാജാവിന്റെ വിരുന്നിനെത്തുവാൻ എനിക്ക് സാധിക്കില്ല. ഞാനിവിടെ എന്റെ സുഹൃത്തുക്കളോടുമൊത്ത ആനന്ദത്തിന്റെ നിമിഷങ്ങളിലാണ്.
സൂസാരാജ്യത്തിന്റെ അധിപതിയും ജനങ്ങളുടെ പ്രിയങ്കരനുമായ അഹസ്വേരോസ് രാജാവിതാ എഴുന്നള്ളുന്നു. പ്രഭു, വാസ്തുരാജ്ഞി രാജസ്ഥാനിൽ വരാൻ വിസമ്മതം അറിയിച്ചു. രാജ്ഞി കൂട്ടുകാരുമൊത്ത് വിരുന്നു സൽക്കാരത്തിന്റെ തിരക്കിലാണ്. നിയമത്തിലും ന്യായത്തിലും പാണ്ഡിത്യമുള്ളവരായ എന്റെ മിത്രങ്ങളെ, പറയൂ, എന്റെ കൽപ്പന അനുസരിക്കാത്ത വാസ്തി രാജ്ഞിയോട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വാസ്തുരാജ്ഞിയുടെ ഈ പ്രവൃത്തി രാജാവിനോട് മാത്രമല്ല, വിരുന്നിന് ക്ഷണിക്കപ്പെട്ട അതിഥികളോടും സൂസാ രാജ്യത്തെ സകല ജനത്തെയും അവമാനിക്കുന്ന തരത്തിലുള്ളതാണ്. രാജ്ഞിയുടെ ഈ പ്രവൃത്തി മറ്റു സ്ത്രീകൾ അറിയുകയും അവർ ഭർത്താക്കന്മാരെ അവസ്ഥയോടെ വീക്ഷിക്കാനും അവരെ അനുസരിക്കാതിരിക്കാനും കാരണമാണ്. ഇതിനെന്താണ് പ്രതിവിധി? വാസ്തുരാജ്ഞി രാജ്യസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുക. പകരം രാജ്യപരമായ സൈന്യങ്ങളെ നിലനിർത്തുക. രാജ്യത്തെ സകല ജനങ്ങളും അറിയുവാൻ അഹസ്വേരോസ് രാജാവ് പുറപ്പെടുവിക്കുന്ന കൽപ്പന. ബുദ്ധിമതികളും സൗന്ദര്യവതികളുമായ സകല യുവകന്യകമാരും അന്തപുരത്തിൽ ഹാജരാവുക. അവരിൽ രാജാവിന്റെ പ്രീതി സമ്പാദിക്കുന്ന കന്യകയായിരിക്കും സൂസാ രാജ്യത്തിന്റെ രാജ്ഞിയും അഹസ്വേരോസ് രാജാവിന്റെ പ്രിയപത്നിയും. എസ്തേർ, എസ്തേർ, എന്താ എന്താ അപ്പാ? അപ്പൻ എന്നെ വിളിച്ചോ? കുഞ്ഞെ, നിന്റെ മാതാപിതാക്കളുടെ മരണശേഷം ഇത്രയും കാലം ഞാൻ നിന്നെ സംരക്ഷിച്ചു. എനിക്ക് പ്രായമേറുന്നു. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കുഞ്ഞെ, സൂസാ രാജ്യത്തിൽ ആർക്കുമില്ലാത്ത സൗന്ദര്യം നൽകി ദൈവം നിന്നെ സൃഷ്ടിച്ചത് എന്തെങ്കിലും മനോഹരമായ പദ്ധതിക്കാവും. എന്റെ മോൾ അന്തപുരത്തിലേക്ക് പോവുക, രാജാവിന്റെ പ്രീതി നേടുക. ഞാൻ പോകാം. പക്ഷേ ഞാൻ പോയാൽ അങ്ങേക്ക് ആരുണ്ട്? അങ്ങയുടെ സുഖവിവരങ്ങൾ അറിയാതെ എങ്ങനെ രാജകൊട്ടാരത്തിൽ ഞാൻ സന്തോഷവതിയായിരിക്കും? എന്റെ കുട്ടിയെ കാണാതെ എനിക്കും വയ്യ. അന്തപുര വാതിൽക്കൽ തന്നെ എന്നും ഞാനുണ്ടാകും. അപ്പോൾ എന്റെ കുട്ടിക്ക് എന്നെ കാണാലോ. സന്തോഷത്തോടെ യാത്രയാകും.
രാജാവിന്റെ പ്രീതി നേടുക, രാജ്ഞിയാവുക. ഇസ്രായേലിന്റെ ദൈവം കൂട്ടിനുണ്ടാകും. രാജാവ് നാളെ മരിക്കാൻ പോവാണ്. ഇത് കണ്ടോ? ഇത് വളരെ വീര്യമേറിയ വിഷമാണ്. നാളെ രാജാവിന്റെ പ്രഭാത ഭക്ഷണത്തിൽ ഞാനത് ചേർക്കും. ഇത് ഉള്ളിൽ ചെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ രാജാവ് മരിക്കും. നന്നായി. ആരും ഇത് കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. ആ, അത് ഞാൻ ശ്രദ്ധിച്ചോളാം. നമ്മുടെ യജമാനോട് അദ്ദേഹത്തിന്റെ ശത്രുവിന്റെ കഥ കഴിഞ്ഞുവെന്ന് ചെന്ന് പറഞ്ഞോളൂ. അത് ഞാൻ ഏറ്റു. അദ്ദേഹത്തിന് സന്തോഷമാകും. ഇത് കേൾക്കാനായി എത്ര നാളായി നമ്മുടെ യജമാനൻ കാത്തിരിക്കുന്നു. പദ്ധതി വിജയിച്ചാൽ നമ്മുടെ യജമാനായിരിക്കും അടുത്ത രാജാവ്. അപ്പോൾ അപ്പോൾ ഇതാ നീ ആയിരിക്കും അദ്ദേഹത്തിന്റെ മന്ത്രി. ഞാൻ മന്ത്രിയെങ്കിൽ നീ കാര്യസ്ഥൻ. അതൊക്കെ എങ്കിൽ ശരി, നാളെ കാണാം. ആ ദുഷ്ടന്മാർ രാജാവിന് വിഷം കൊടുത്ത് കൊല്ലാൻ പോകുന്നുണ്ടോ? അത് എങ്ങനെയെങ്കിലും തടയണം. എസ്തറിനെ ഉടൻ തന്നെ വിവരം അറിയിക്കണം. അവിടെ നമ്മെ കൊല്ലാൻ പദ്ധതിയിട്ട ഇവരെ നഗര കവാടത്തിൽ കൊണ്ടുപോയി എല്ലാ ജനങ്ങളുടെയും മുമ്പിൽ വെച്ച് ശിക്ഷിക്കുക. വഞ്ചകരെ എങ്ങനെയാണ് ശിക്ഷിക്കുന്നതെന്ന് എല്ലാ ജനങ്ങളും കാണട്ടെ. ഇവരെ കൊണ്ടുപോകൂ. ആരോടെ? എന്നെ രക്ഷിക്കുവാനായി എസ്തേർ രാജ്ഞി വിവരം അറിയിച്ച മൊർദെഖായിക്ക് 10 താലന്തും ജീവിതകാലം മുഴുവൻ നികുതിയിളവും നാം കൽപ്പിക്കുന്നു. ഈ മഹത്തായ സംഭവം രാജാവിന്റെ ദിനവൃത്താന്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തുക. നന്നായി പോയി. ഒരു കാര്യം കൂടി അടിയിൽ ഉണർത്തിക്കാനുണ്ട്. എന്താണ് ഹാമാൻ? നമ്മുടെ രാജ്യത്തെ ഈ യഹൂദർ രാജനിയമങ്ങൾ പാലിക്കുന്നില്ല. അവരുടെ ആചാരങ്ങൾ നമ്മുടേതിനേക്കാൾ വ്യത്യസ്തമാണ്. അവരെ വെച്ചു പുലർത്തുന്നത് രാജാവിന് നല്ലതെന്ന് തോന്നുന്നില്ല. അവരെ നശിപ്പിക്കാനുള്ള കൽപ്പന പുറപ്പെടുവിച്ചാൽ ആ ജനതയോട് നിനക്കിഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക. ഇതാ മുദ്രമോദം. ഒരു ഫലകമെടുത്ത് ഈ കൽപ്പന രേഖപ്പെടുത്തുക. ലോകത്തിലെ എല്ലാ ജനതകൾക്കിടയിൽ ചിതറിക്കിടക്കുന്ന ഒരു ശത്രു ജനത ഈ രാജ്യത്തിലുണ്ട്. അവരാണ് യഹൂദർ. അവർ രാജകൽപ്പന അവഗണിക്കുന്നു. നമ്മുടെ രാജ്യം സുസ്ഥിരത നേടാൻ ആ യഹൂദ ജനതയിൽപ്പെട്ട എല്ലാവരെയും പരിപൂർണമായി നിർദ്ദയം ഈ വർഷം 12-ാം മാസമായ ആധാർ മാസം 14-ാം ദിവസം വാളിനിരയാക്കി നശിപ്പിക്കണമെന്ന് രാജാവ് കൽപ്പിക്കുന്നു.
ഹാഗർ, എന്താണ് യജമാൻ? പറയൂ. ഞാനിവിടെ കാത്തു നിൽക്കുന്നുവെന്ന് എസ്തേറിനെ അറിയിക്കുക. ശരി യജമാൻ. എനിക്ക് നിന്റെ വസ്ത്രങ്ങളോ സ്ഥാനമാനങ്ങളോ ഒന്നും വേണ്ട. ദൈവത്തിന്റെ സ്വന്തം ജനമായ നിന്റെ വംശവും കുലവും നശിപ്പിക്കാൻ ഹാമാൻ കൽപ്പന പുറപ്പെടുവിച്ചത് നീ അറിഞ്ഞില്ലെന്നുണ്ടോ? ഞാനെല്ലാം അറിയുന്നുണ്ട്. 30 ദിവസമായി രാജാവ് ഇതുവരെ എന്നെ രാജ്യസന്നിധിയിലേക്ക് വിളിച്ചിട്ടില്ല. വിളിക്കപ്പെടാതെ രാജ്യസന്നിധിയിൽ പ്രവേശിച്ച നിയമം ഒന്നേ ഉള്ളൂ. രാജാവ് പ്രസാദിച്ച് സ്വർണ്ണ ചെങ്കോൽ നീട്ടുന്നില്ലെങ്കിൽ അവൻ വധിക്കപ്പെടണം എന്നുള്ളത്. നീ മൗനം പാലിച്ച യഹൂദർക്ക് മറ്റൊരിടത്തു നിന്ന് ആശ്വാസവും മോചനവും വരും. പക്ഷേ നീയും നിന്റെ പിതൃഭവനവും നശിക്കും. ഇത്തരമൊരു കാലത്തേക്കായിട്ടല്ല നീ രാജ്ഞി സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നതെന്ന് ആർക്കറിയാം. നീ എത്രയും വേഗം രാജാവിനോട് സംസാരിച്ച് ഈ രാജകൽപ്പന തിരുത്തണം. അങ്ങ് പോയി സൂസായിലുള്ള സകല യഹൂദരെയും ഒരുമിച്ച് കൂട്ടി 3 ദിവസം എനിക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഞാനും എൻ്റെ തോഴികളും നിങ്ങളെപ്പോലെ തന്നെ ഉപവസിക്കും. പിന്നെ നിയമത്തിനെതിരെങ്കിലും 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ രാജ്യസന്നിധിയിലേക്ക് പോകും. ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. ശരി, നിന്നോടൊപ്പം ഞാനും സകല യഹൂദരും പ്രാർത്ഥിക്കും. അത്ഭുതങ്ങൾ ചെയ്യുന്ന നമ്മുടെ ദൈവം നമുക്ക് കൂട്ടായിരിക്കട്ടെ. എന്റെ കർത്താവേ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രാജാവ്. അങ്ങല്ലാതെ മറ്റൊരു തുണയുമില്ലാത്ത ഏകയായ എന്നെ അങ്ങ് സഹായിക്കണമേ. അപകടം എന്റെ കൈപ്പാട്ടിലെത്തിയിരിക്കുന്നു. ഞങ്ങളുടെ ഈ കഷ്ടദിനങ്ങളിൽ അങ്ങയെ വെളിപ്പെടുത്തണമേ. ശത്രുവും അവനോട് ചേർന്നവരും നശിക്കട്ടെ. ഞങ്ങളെ അങ്ങയുടെ കരുത്താൽ രക്ഷിക്കണമേ. എല്ലാത്തിനെയും ഭരിക്കുന്ന ദൈവമേ, ആശയേറ്റവരുടെ ശബ്ദം കേൾക്കണമേ. തിന്മ ചെയ്യുന്നവരുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്നെ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. എന്തുകൊണ്ടാണ് നീ ഹാമാനെ കാണുമ്പോൾ കുമ്പിടുകയോ വണങ്ങുകയോ ചെയ്യാത്തത്? മനുഷ്യന്റെ മഹത്വം ദൈവത്തിന്റെ മഹത്വത്തിന്റെ മുമ്പിൽ ഒന്നുമല്ല. സർവശക്തനായ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മുമ്പിലല്ലാതെ മറ്റാരുടെയും മുമ്പിൽ മുട്ടുമടക്കുകയോ കുമ്പിടുകയോ ഞാൻ ചെയ്യില്ല. ഇതൊന്നും എൻ്റെ അഹങ്കാരം കൊണ്ട് ചെയ്യുന്നതല്ല. ആ മൊർദെഖായി എന്നെ ബഹുമാനിക്കാത്തത് നീ കണ്ടില്ലേ? കണ്ടു. അയാളൊരു യഹൂദനാണ്. യഹൂദരല്ല, അഹങ്കാരികളാണ്. അവനൊരു പാഠം പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. രാജാവ് കഴിഞ്ഞാൽ അങ്ങാണ് ഈ സൂസാ രാജ്യത്തിലെ ഏറ്റവും പ്രധാനം. എന്നിട്ടും അയാളെ അങ്ങക്ക്
ഒന്നും ചെയ്യാനാകില്ലേ? രാജാവിനെ കൊല്ലാനുള്ള എന്റെ പദ്ധതിക്ക് നീ തുരങ്കം വെച്ചു. എന്റെ വിശ്വസ്ത സേവകരായ വിദ്ഹാൻ, തെരാൻ എന്നിവരെ കൊല്ലിച്ചു. എടാ മൊർദെഖായി, നീ നിന്റെ ജീവിതം കൊണ്ട് ഇതിന് മറുപടി നൽകേണ്ടി വരും. നോക്കിക്കോ നീ. എന്താ എന്ത് പറ്റി നിങ്ങൾക്ക്? ഇന്നും ആ യഹൂദൻ മൊർദെഖായി തന്നെയാണോ തലവേദന? നീ ആരുടെ മുമ്പിൽ നിന്റെ പതനം ആരംഭിച്ചു പോകും? ആ മൊർദെഖായി യഹൂദ ജനത്തിൽപ്പെട്ടവനാണെങ്കിൽ അവനെതിരെ പിടിച്ചു നിൽക്കാൻ നിനക്കാവുകയില്ല. നീ അവന്റെ മുമ്പിൽ വീഴും, തീർച്ച. എന്റെ ധനമഹിമ, സന്താനമഹിമ, രാജാവിന്റെ മുദ്രമോതിരം, രാജ്ഞിമാരോടൊപ്പമുള്ള വിരുന്ന്, ഇങ്ങനെ എല്ലാം ഉണ്ട്. എങ്കിലും മൊർദെഖായി എന്ന യഹൂദൻ രാജാവിന്റെ പടിവാതിക്കൽ ഇരിക്കുന്നത് കാണുന്നിടത്തോളം കാലം ഇതൊന്നും എനിക്ക് തൃപ്തി നൽകുന്നില്ല. 50 മുഴം ഉയരമുള്ളൊരു കഴിമാരുണ്ടാക്കാം. രാവിലെ തന്നെ ചെന്ന് രാജാവിനോട് പറയണം, യഹൂദന്മാരെ വഷളാക്കുന്ന അവരുടെ തലവൻ മൊർദെഖായെ അതിന്മേൽ തൂക്കണമെന്ന്. കൊള്ളാം, കൊള്ളാം. എത്രയും പെട്ടെന്ന് കഴിമരം പണിയാനുള്ള ഏർപ്പാടുകൾ ചെയ്യുക. ആരവിടെ? എന്ത് സ്ഥാനവും ബഹുമതിയുമാണ് എന്റെ ജീവൻ രക്ഷിച്ചതിന് പകരമായി മൊർദെഖായിക്ക് നൽകിയത്? പ്രഭു, മൊർദെഖായിക്ക് ഇതുവരെ ഒന്നും നൽകിയിട്ടില്ല. രാജാവ് ബഹുമാനിക്കാനായി ആഗ്രഹിക്കുന്നവന് എന്ത് സമ്മാനമാണ് നൽകേണ്ടത്? രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നെ അല്ലാതെ വേറെ ആരെയാണ്? രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നവനെ ആ രാജവസ്ത്രഭൂഷണം അണിയിച്ച് കുതിരപ്പുറത്തിരുത്തി രാജാവ് ബഹുമാനിക്കുന്നവൻ എന്ന് വിളിച്ചു പറഞ്ഞ് നഗരവീതിയിലൂടെ അവനെ കൊണ്ടുപോകട്ടെ. എങ്കിൽ വേഗം പോയി നീ പറഞ്ഞതുപോലെ വസ്ത്രങ്ങളും കുതിരയെയും കൊണ്ടുവന്ന് രാജാവിന്റെ പടിവാതിൽക്കിലിരിക്കുന്ന മൊർദെഖായി എന്ന യഹൂദനെ ആദരിക്കുക. നീ പറഞ്ഞതിൽ ഒരു കുറവും വരുത്തരുത്. കഷ്ടം, എന്റെ പദ്ധതികളെല്ലാം പാടുകയാണല്ലോ. എസ്തേർ, എന്താണിത്? ധൈര്യമായിരിക്കും, നീ മരിക്കുകയില്ല. കാരണം നമ്മുടെ നിയമം പ്രതികൾക്ക് മാത്രമേ ബാധകമാകൂ. എന്നോട് പറയൂ, എന്തിനാണ് എന്നെ ഭയക്കുന്നത്? എന്റെ നാഥ, അങ്ങയെ ഞാൻ കണ്ടത് ദൈവദൂതനെ പോലെയാണ്. അങ്ങനെ എന്റെ ഹൃദയം അങ്ങയുടെ മഹത്വത്തോടുള്ള ഭീതി നിമിത്തം പിടഞ്ഞുപോയി. എന്റെ നാഥ, അങ്ങൊരു അത്ഭുത പുരുഷൻ തന്നെ. അങ്ങയുടെ മുഖം തേജസ്സുറ്റതാണ്. എസ്തേർ, എന്താണ് കാര്യം? എന്താണ് നിനക്ക് വേണ്ടത്? രാജ്യത്തിന്റെ പകുതി തന്നെയെങ്കിലും നാം അത് നിനക്ക് നൽകും. എന്റെ നാഥ, അങ്ങക്ക് എന്നോട് പ്രീതിയുണ്ടെങ്കിൽ ഇന്ന് രാജാവിന് വേണ്ടി ഞാൻ ഒരുക്കുന്ന വിരുന്നിന് ഹാമാനും
രാജാവും വരണം. തീർച്ചയായും. ആരവിടെ? എസ്തേർ രാജ്ഞിയുടെ ഇന്നത്തെ വിരുന്നിനുള്ള ക്ഷണം ഹാമാനെ അറിയിക്കുക. എന്താണ് പ്രിയ നിന്റെ അപേക്ഷ? അതെന്ത് തന്നെയായാലും അത് നിനക്കും ലഭിക്കും. എന്താണ് ആവശ്യം? പറയൂ. അങ്ങ് എന്നിൽ സംപ്രീതനെങ്കിൽ എന്റെ ജീവൻ രക്ഷിക്കണമെന്നാണ് എന്റെ അപേക്ഷ. എന്റെ ജനത്തെ രക്ഷിക്കണമെന്നതാണ് എന്റെ ആവശ്യം. നശിപ്പിക്കപ്പെടാനും കൊല്ലപ്പെടാനും ഞാനും എന്റെ ജനവും വിൽക്കപ്പെട്ടവരാണ്. ഇത് ചെയ്യാൻ ധൈര്യപ്പെട്ടവൻ ആര്? അവൻ എവിടെ? വൈരിയും ശത്രുവും ദുഷ്ടനായ ഈ ഹാമാൻ തന്നെ. ആരവിടെ? എന്റെ മുമ്പിൽ വെച്ച് രാജ്ഞിയെ ആക്രമിക്കുന്നു. ഇവനെ പിടിച്ചു കെട്ടി തൂക്കിലേറ്റു. പ്രഭു, അങ്ങേ രക്ഷിച്ച മൊർദെഖായിയെ കൊല്ലാനായി ഹാമാൻ തയ്യാറാക്കിയ 50 മുഴം ഉയരമുള്ള കഴിമരം അവന്റെ വീട്ടിൽ തന്നെ നിൽക്കുന്നു. എങ്കിൽ അവനെ അതിൽ തന്നെ തൂക്കുക. ഹാമാനിൽ നിന്നെടുത്ത മുദ്രമോതിരം മൊർദെഖായിക്ക് നൽകുക. ഇതാ ഹാമാന്റെ ഭവനത്തിന്റെ താക്കോൽ. ഇനി മുതൽ ഇത് നിനക്കുള്ളതാണ്. എന്റെ പ്രിയ പത്നിയെ എനിക്കായി സൂക്ഷിച്ച് സംരക്ഷിച്ചതിനുള്ള എന്റെ പ്രതിസമ്മാനം. യഹൂദരുടെ കാര്യത്തിൽ നിനക്കിഷ്ടമുള്ളതുപോലെ രാജാവിന്റെ നാമത്തിൽ എഴുതുകയും മുദ്രവെക്കുകയും ചെയ്യുക. ഇതാ സ്വീകരിച്ചാൽ. കർത്താവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ജനത്തിന്റെ അവകാശത്തിനു വേണ്ടി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. കർത്താവ് തന്റെ ജനത്തെ രക്ഷിച്ചിരിക്കുന്നു. സകല തിന്മകളിൽ നിന്നും കർത്താവ് ഞങ്ങളെ മോചിപ്പിച്ചിരിക്കുന്നു. ജനങ്ങളുടെ ഇടയിൽ സംഭവിച്ചിട്ടില്ലാത്ത വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം ചെയ്തിരിക്കുന്നു. അത്ഭുതങ്ങൾ